തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം ശിക്ഷയും 15 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നു കോടതി. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് അത്. ആ വാർത്തയുടെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം നൽകാൻ പോകുന്നത്. 12 വർഷത്തെ ശിക്ഷ അനുഭവിച്ച ശേഷമേ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിലെ ഏക പ്രതിയായിട്ടുള്ള കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തുടങ്ങുകയുള്ളൂ എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ പറഞ്ഞു. 30 വർഷത്തോളം കേതലിന് ആദ്യം ജയിലിൽ കിടക്കേണ്ടി വരും. പ്രതി കൊലപാതകങ്ങൾ നടത്തിയത് മാനസിക പ്രശ്നങ്ങളെ തുടർന്നല്ല എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തനാണ് എന്നും അഡ്വക്കേറ്റ് ദിലീപ് സത്യൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് 15 ലക്ഷം രൂപ പിഴയും അതുപോലെ തന്നെ ജീവപര്യന്തം തടവുമാണ് തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ദിലീപ് സത്യൻ കേരള വിഷൻ ന്യൂസിനോട് ചേരുകയാണ്. അതായത് സർ, അതിദാരുണമായിട്ട് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയും ഉൾപ്പെടെ കൊന്ന ഒരു പ്രതി, ജീവപര്യന്തമായിരുന്നു അയാൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു ശിക്ഷ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ എല്ലായിടത്തും. അതായത് ഒരു ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുന്നതിന് കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. നമ്മുടെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ പല ഡയറക്ഷൻസ് ഉണ്ട്. ലൈഫ് ഇംപ്രിസൺമെൻറ്റ് സഫീഷ്യൻ്റ് അല്ല എന്ന് കണ്ടാൽ മാത്രമേ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഈ വിധിക്കകത്ത് വളരെയധികം വിചിത്രമായ രീതിയിൽ, അതായത് റയറസ്റ്റ് ആയിട്ടുള്ളൊരു വിധിയായിട്ട് തന്നെ വേണം നമുക്കിത് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് 4 ഹെഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 4 പേരുടെയും മർഡർ കമ്മിറ്റ് ചെയ്തതിന് ലൈഫ്, അതിനകത്ത് 3 lakhs ഈച്ച് വെച്ച് കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ 4 ലൈഫ് ഇംപ്രിസൺമെൻറ്റും കൺകറൻ്റിൽ ഒരുമിച്ച് പോകണം. പക്ഷേ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ 436 വീട് തീ വെച്ചതിന് 7 വർഷത്തേക്കുള്ള തടവും, അതിനോടൊപ്പം തന്നെ 201-ന് 5 വർഷത്തെ തടവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7, 5, 12 വർഷത്തെ തടവുണ്ട്. അപ്പം കോടതിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡയറക്ഷൻ ആദ്യം ഈ 436-നുള്ള 7 വർഷം തടവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ 5 വർഷത്തെ ഈ 201-ന്റെ തടവ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അതിനുശേഷം മാത്രമേ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം ഇൻ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഹി വിൽ ബി ബിഹൈൻഡ് ദ ബാസ് ഫോർ ദ റിമൈനിങ് ലൈഫ്. അതായത് പ്രോസിക്യൂഷൻ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച ഒരു വാദം, ഈ മാനസികമായിട്ട് ഒരു വൈകല്യവും പ്രതിക്കില്ല, അതിൻ്റെ ഇതായിട്ടല്ല പ്രതി കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. അത് കോടതിയെ എത്രത്തോളം അത് ബോധിപ്പിക്കാൻ കഴിഞ്ഞു? തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് കമ്മീഷൻ ഓഫ് ദ ക്രൈം ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശിക്ഷയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാത്രം അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ഈ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം ഉള്ളതായിട്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുള്ള രേഖകളിലൊന്നും തന്നെ വന്നിട്ടില്ല. പ്രതിഭാഗം അത് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ഡോക്യുമെൻറ്റ് ഹാജരാക്കിയിട്ടില്ല. ആ ലാസ്റ്റ് കേസിൻ്റെ എൻഡ് വരെയായിട്ടും പ്രതിയുടെ ഭാഗത്തുനിന്നും ആ സമയത്ത് കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരന് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുള്ളതായിട്ടുള്ള രേഖകളും വന്നിട്ടില്ല. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് തന്നെയാണ് കേതൽ ഈ കൊലപാതകങ്ങൾ നടത്തിയത്. തിരിച്ചാണ് ആസൂത്രണമായിട്ട് തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ടും ശരിക്കും പ്രിപ്പറേഷൻ ചെയ്ത് തന്നെയാണ് ഇതിൽ കൊലപാതകം നടന്നിരിക്കുന്നത്. കോടതി വിധിയിൽ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ പൂർണ്ണ തൃപ്തനാണ്. തീർച്ചയായിട്ടും. ഇപ്പം ഡെത്ത് സെൻറ്റൻസിന് വേണ്ടി മുറവിളി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഈ ഒരു പണിഷ്മെൻറ്റ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ തൃപ്തനാണ്. കേസുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ട്? അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു അപ്പീൽ പോകേണ്ട ആവശ്യമുണ്ടോ, ഡെത്ത് സെൻറ്റൻസ് തന്നെ ചോദിക്കണമെന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ ആ ക്രൈറ്റീരിയ എല്ലാം നോക്കി അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്.